നമ്മുടെ വാവ് മോഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇവിടെ 1.0 എന്ന് പറഞ്ഞിട്ട് ഒരു വേർഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇനി മുതൽ നമ്മളെ വാവ് മോഡിലും ആർക്കും എടുത്തുകൊണ്ട് നടക്കാനോ കളിയാക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം വാവ് മോഡിലും നമുക്ക് ഗിവ് അപ്പിൻ്റെ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടും വളരെ നല്ല കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രത്യേകിച്ച് ഈ ഡുവോ ഒക്കെ കളിക്കുന്ന ടൈമിൽ ടീമേറ്റ് ഇറങ്ങിപ്പോയി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചിട്ട് ഒരുമാതിരി എടുത്തുകൊണ്ട് നടന്ന് മോക്കുന്ന പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഈ ഒരു ഗിവ് അപ്പിൻ്റെ ഓപ്ഷൻ കൊണ്ടുവന്നത് എന്തുകൊണ്ടും വാവ് യൂസേഴ്സിന് എല്ലാവർക്കും നൈസായിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള മാപ്പുകൾ, അതായത് ഈ പാർക്കർ, അതേപോലെ ഈ ഒരു 8v8 5v5 ഒക്കെ കളിക്കുമ്പോഴത്തെ, അതായത് സ്ക്വാഡിനപ്പുറം ഏതെങ്കിലും രീതിയിൽ ടീം എൻഗേജിങ് ആയിട്ടുള്ള മാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേഷൻ ലോബി എന്ന് പറഞ്ഞ് എഴുതി കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ ക്രിയേഷൻ ലോബി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കറൻ്റ്ലി ആ ഒരു മാച്ച് കളിക്കുക എത്ര പേര് ഉണ്ട് എന്നുള്ളതാണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പോകാൻ പറ്റൂ. അപ്പം നിങ്ങൾ ഇതിനകത്ത് വന്നതിന് ശേഷം നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ തന്നെ ജോയിൻ ആയിക്കോളും. അപ്പം അതിന് ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പ്ലേയേഴ്സ് വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ 1 minute 40 seconds എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം അതേപോലെ ബാക്കിയുള്ള പ്ലേയേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ മാച്ച് മേക്കിംഗ് കാണിച്ചതിന് ശേഷം ഇതേപോലെ സ്റ്റാർട്ടിൻ്റെ ഒരു സിമ്പിൾ കാണിക്കും. ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കണം, അതായത് സെൻറ്ററിൽ ഒന്ന് ടാപ്പ് ചെയ്യണം. അങ്ങനെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ടൈപ്പ് മോഡുകൾ കളിക്കാനായിട്ട് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ആക്കേണ്ടത്. അതുകൊണ്ട് ദയവായിട്ട് ആരും സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഇരിക്കരുത്. ആ ഒരു ക്രിയേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പം ഇതൊരു പുതിയ കാര്യമാണ്, ട്രൈ ചെയ്യുക.